നീണ്ട 15 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഒരു 11-കാരിക്ക് നേരെയുണ്ടായ ക്രൂരമായ പീഡനക്കേസിൽ നിർണായക വിധി. 2011 അരങ്ങേറിയ സംഭവത്തിൽ കുറ്റക്കാരായ 3 പ്രതികളെ നെയ്യാറ്റിൻകര അതിവേഗ കോടതി ജഡ്ജി KM സുജ കഠിന തടവിന് ശിക്ഷിച്ചു. നീതി നടപ്പിലാക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു എന്നത് ഈ കേസിന്റെ ഗൗരവവും നിയമ സംവിധാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 2011 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 11 വയസ്സുകാരിയായ പെൺകുട്ടി താൻ അനുഭവിക്കുന്ന ക്രൂരമായ പീഡനത്തെക്കുറിച്ച് പുറത്തു പറയാൻ ഭയന്നിരുന്നു. എന്നാൽ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതാവുകയും പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ കാണുകയും ചെയ്തതോടെയാണ് അധ്യാപിക വിഷയത്തിൽ ഇടപെട്ടത്. അധ്യാപികയുടെ ശ്രദ്ധയും കരുതലും ഇല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം ഒരുപക്ഷെ എന്നേക്കുമായി ഇരുളിൽ മറഞ്ഞുപോയനെ. അധ്യാപികയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കുട്ടി താൻ അനുഭവിച്ച നരകയാതനകൾ വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് അധികൃതർ ഇടപെടുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഈ കേസിലെ വിധിപ്രകാരം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പ്രതികൾക്കും കോടതി കഠിന തടവും പിഴയുമാണ് ശിക്ഷയായി വിധിച്ചത്. ഇതിൽ 1-ാം പ്രതിയായ അബ്ദുൾ ഗഫൂറിന് 25 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ ലഭിച്ചത്. 2-3 പ്രതികളായ ഭുവനചന്ദ്രൻ, ഷാജി എന്നിവർക്ക് 20 വർഷം വീതം കഠിന തടവും ഓരോരുത്തർക്കും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. ഈ പിഴത്തുക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഓരോ പ്രതിയും 3 വർഷം വീതം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ F വിനോദും അഡ്വക്കേറ്റ് VR മായാദേവിയുമാണ് കോടതിയിൽ ഹാജരായത്. വിവരം പുറത്തു വന്നതിന് പിന്നാലെ നെയ്യാറ്റിൻകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സങ്കീർണമായ ഈ കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിലും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലും പോലീസ് നിർണായകമായ പങ്കുവഹിച്ചു. SHOമാരായ BS സച്ചിമോൻ, M അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സമൂഹം എത്രത്തോളം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെയ്യാറ്റിൻകരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ പീഡനക്കേസ്. സ്കൂളുകളിലും കുടുംബങ്ങളിലും കുട്ടികളുടെ പെരുമാറ്റ രീതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലും അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയുന്നതിലും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകർക്ക് ഇക്കാര്യത്തിൽ നിർണായകമായ പങ്കാണുള്ളത്. കുട്ടികളിലെ പെരുമാറ്റ വ്യത്യാസങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിയാനും അതിന്റെ കാരണം അന്വേഷിക്കാനും അധ്യാപകർ കാണിക്കുന്ന ജാഗ്രത ഒരു കുട്ടിയുടെ ജീവിതം തന്നെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾ വളരെ വലുതായതുകൊണ്ട് തന്നെ അവർക്ക് അടിയന്തരമായി വിദഗ്ധമായ മാനസിക പിന്തുണയും കൗൺസിലിംഗും ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതേസമയം കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിൽ നിയമ സംവിധാനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. പോക്സോ പോലുള്ള കർശനമായ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും ഇരകൾക്ക് വേഗത്തിൽ നീതി ലഭ്യമാക്കുന്നതിനും കുറ്റവാളികൾക്ക് ഭയം ജനിപ്പിക്കുന്നതിനും അതിവേഗ കോടതികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. വർഷങ്ങൾക്കിപ്പുറം വിധി വന്നെങ്കിലും ഇരയായ പെൺകുട്ടി അനുഭവിച്ച മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾക്ക് വിലയിടാൻ ഒരു നിയമത്തിനും കഴിയില്ല. എങ്കിലും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്നത് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ ബോധവൽക്കരണങ്ങളും സാമൂഹികമായ ഇടപെടലുകളും അനിവാര്യമാണ്.